ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ആ, ഗൗരി ഗൗരി അത് റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു തരം ഒരു കമ്പോഷർ ഉണ്ട്. അവരത് ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ട് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് അവർ ആ എൻറ്റയർ സീൻ ഹാൻഡിൽ ചെയ്തത്. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നിരുന്നിട്ട് നമ്മുടെ ശരീരത്തെ കുറിച്ചോ നമ്മുടെ ശരീരത്തിനെ വളരെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു കമന്റ് പറയുന്നു. അത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ അറഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേ ഷീ ഫോട്ട് ഫോർ ഹർ ഏജൻസി, ആ ടൈമില് ഗൗരി എടുത്തൊരു സ്റ്റാൻഡ്, അത് ഇറ്റ്സ് നോട്ട് ഈസി. ശരിക്കും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഗൗരിക്കും പതർച്ചയുണ്ട്, ഗൗരിക്കും സങ്കടം ഉള്ളിലുണ്ട്. അത് ഒരുപാട് ഹോൾഡ് ചെയ്തിട്ടാണ് ആ കുട്ടി ആ ടൈമിൽ അത് ഹാൻഡിൽ ചെയ്തത്. അതിന് അവിടെ അവിടെ അത് പിടിവിട്ടു പോകാതെ അവർക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാതെ ഇത്ര ബ്യൂട്ടിഫുള്ളി അത് ഹാൻഡിൽ ചെയ്തതിന്, ഇങ്ങനെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു ഗൗരി. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏറ്റവും ദേഷ്യം തോന്നിയതും അപ്പോൾ അവർക്കൊപ്പം ഇരുന്നവർക്കായിരുന്നു. അവരുടെ ഓപ്പോസിറ്റ് ഇരുന്നവരെക്കാട്ടിലും തോന്നിയത് ഗൗരിയുടെ കൂടെ ഇരുന്നവർ, അല്ലെങ്കിൽ അവർ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്തോക്കെ എന്ന് ഗൗരി ചോദിക്കുന്നിടത്ത് എന്തോക്കെ, ഞാൻ ഓക്കെ അല്ല ഇവിടെ, അത് നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ള ആ ചോദ്യമൊക്കെ നമുക്ക്. അതിപ്പോ നമ്മള് ഒരു ബസ്സിലൊക്കെ കയറുമ്പോ ആരെങ്കിലും ഒരാൾ ഇപ്പൊ ഉപദ്രവിച്ചെന്നോ ഒരു തോണ്ടിയെന്നോ ഒക്കെ പറയുമ്പോ ഈ അടുത്തിരിക്കുന്നവർ എപ്പോഴും ചെയ്യുന്നൊരു റിയാക്ഷൻ ഉണ്ട്. നമ്മൾ മിണ്ടണ്ട, വിട്ടുകള, അല്ലെങ്കിൽ നീ അങ്ങ് നീങ്ങിയിരി. അതായത് അനുഭവിക്കുന്ന ആളുടെ അടുത്താണ് വീണ്ടും അവരെ സൈലൻസ് ചെയ്തുകൊണ്ടാണ് വിഷയം ഇല്ലാതാക്കുന്നത്. അല്ലാണ്ട് വിഷയത്തിന് നേരെ പ്രതികരിക്കാനായിട്ടുള്ള ആർജവം ഇപ്പോഴും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനുഷ്യന്മാർക്കൊന്നും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ഈ കണ്ട വിഷ്വൽ ആക്ച്വലി. ഓക്കെ, ഉമാ നായരിലേക്ക് കൂടി പോകുന്നു. ചേച്ചി, എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്? എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഇതിനോട്? ഒന്ന്, ഗൗരിക്ക് ഈ പറഞ്ഞ പോലെ, ജുവല് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തോന്നിയ ധൈര്യത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം എന്ത് അവകാശമാണ് മറ്റൊരാളിന്റെ, അത് സ്വന്തം വീട്ടിലെ ഭാര്യ ആവട്ടെ, മകളാവട്ടെ, സഹോദരി ആവട്ടെ, ആരുമായിക്കോട്ടെ, മറ്റൊരാളിന്റെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്കാണ് ഇവിടെ അധികാരം കൊടുത്തിരിക്കുന്നത്? അതാണ് ഞാൻ മനസ്സിലാകാത്തത്. ഒരാളിനെ കുറിച്ചും, അത് ആണാവട്ടെ, പെണ്ണാവട്ടെ, ചെറുതാവട്ടെ, വലുതാവട്ടെ, ആരെ കുറിച്ചും പരസ്പരം അത്തരം രീതിയിൽ സംസാരിക്കാൻ ഒരു അനുവാദം ഇവിടെ ഇല്ല. പിന്നെ ഒരു കൂട്ടത്തിൽ, ഒരു സമൂഹത്തിലെ ഒരു വലിയ ഫംഗ്ഷനിൽ വന്നിരുന്നിട്ട് ഇത്ര ധൈര്യമായിട്ട് ചോദിക്കാൻ കാണിച്ച അയാളുടെ മനസ്സിനെ ആദ്യം ശിക്ഷിക്കാൻ, ഒരു തരത്തിലും ഒരു ചർച്ചകൾക്കും ഇടം കൊടുക്കാതെ ശിക്ഷിക്കാൻ, എങ്ങനെയൊക്കെ ശിക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം സംസാരിക്കേണ്ട വിഷയം. കാരണം എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരെ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണിത്. ന്യായം നമ്മുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിരുന്നാൽ കൂടെ ജോൽ പറയുന്നത് പോലെ നമ്മളാണ് ശരി എന്ന് ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം. എന്നാലും മിണ്ടല്ലേ പ്ലീസ്, അതെന്ത് നയമാണെന്നാണ് മനസ്സിലാകാത്തത്. ബാധിക്കപ്പെട്ട നമുക്കുണ്ടാവുന്ന വേദന, അപമാനം, അത് ആരാണ് പകരം തരിക? അതിനെ ആരാണ് സോൾവ് ചെയ്യുക? നമ്മൾ എന്താണ് കേസ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോണെ? പോലീസ് സ്റ്റേഷനിൽ പോയി കയറി ഇറങ്ങാനോ, കോടതിയിൽ പോയി കയറി ഇറങ്ങാനോ, അന്തിമ വിധി എന്താ ഉണ്ടാവാൻ പോണെ? അവിടെയാണ് എനിക്ക് എപ്പോഴും, ഞാൻ എല്ലാ കാര്യത്തിനും പറയാനുള്ളൊരു കാര്യം, ഇവിടുത്തെ നിയമം തിരുത്തപ്പെടണം. കാരണം ഇത് പണിഷ് ചെയ്യാനുള്ളത് ഒരുപാട് നീട്ടി വെക്കാതിരിക്കുക, പണിഷ്മെന്റ് വേഗത്തിൽ കൊടുക്കുക, കൃത്യമായ പണിഷ്മെന്റ് കൊടുക്കുക. അല്ലാതെ ഒന്നും ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മാറില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ആക്രമണം ഒട്ടും മാറില്ല. കാരണം സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് പണ്ടേ ഉള്ള അതേ ആറ്റിറ്റ്യൂഡാണ്. സഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം. അത് ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കല്ല. മാത്രമല്ല, അതിനൊരു ഒരു മേലാപ്പോട് കൊടുത്തു. ഫണ്ണി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്രേ. ഫണ്ണി ക്വസ്റ്റ്യൻസ് അവരുടെ വീട്ടിലുള്ളവരോട് ചോദിക്കട്ടെ. ഈ ഫണ്ണി ക്വസ്റ്റ്യൻസ് അവർക്കത് സഹിക്കാൻ പറ്റുമോ? അവരുടെ എന്തിനീ സംസാരിച്ച ആളിന്റെ വീട്ടിലെ ഒരു അംഗത്തോടോ, അമ്മയോടോ, സഹോദരിയോടോ, ഭാര്യയോടോ, ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പൊ മറ്റൊരു വീട്ടിലെ മറ്റൊരു വ്യക്തിനെ പറയുമ്പോൾ ആരും സംസാരിക്കില്ല. പബ്ലിക്കലി ചോദിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുമെന്നോ ഒന്ന് ചിരിക്കുമെന്നോ കരുതി. പക്ഷെ പെൺകുട്ടികൾ മാറി, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വന്നു തുടങ്ങി എന്നുള്ളത് കുറച്ചെങ്കിലും ഈ ആറ്റിറ്റ്യൂഡുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. തീർച്ചയായിട്ടും ജുവലിന്റെ പല അഭിമുഖങ്ങളും ആ റീലുകളൊക്കെ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതും ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചതിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഗൗരി അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വെയിറ്റ് നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? ഞാൻ നിങ്ങളുടെ വെയിറ്റ് ചോദിച്ചോ, നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് നമ്മളിങ്ങനെ എത്രയോ കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ഇയാളൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഇയാളുടെയൊക്കെ ഒരു ഉദ്ദേശം എന്നാണ് എപ്പോഴും മനസ്സിലാവാത്തത്. അതായത് ഞാൻ വായിച്ചിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി, അല്ലെങ്കിൽ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഫെമിനിൻ ബ്യൂട്ടിയുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ പൊതുവെ കാണപ്പെടുന്ന സ്റ്റാൻഡേർഡ്സ് ഒന്ന് അനലൈസ് ചെയ്യണം. അതായത്
കയ്യിലും കാലിലും ഒന്നും രോമമില്ല, വിസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗത്തും രോമമില്ല, വളരെ പിറ്റീറ്റായ, വളരെ ഇന്നസെന്റ് ആയ, കുട്ടിത്തം തോന്നുന്ന മുഖം, മൃദുവായ സ്കിന്ന്. ഈ സാധനം നാച്ചുറലി നമ്മൾ കാണുന്നത് സ്ത്രീകളിലല്ല, കുട്ടികളിലാണ്. സോ വാട്ട് ഇസ് ദിസ് സ്റ്റാൻഡേർഡ്? വാട്ട് ഈസ് ദിസ് സ്റ്റാൻഡേർഡ്? ഇതിലേക്കാണ് ഓരോ സ്ത്രീയും ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഏജൻസി ഇല്ലാത്ത, ചിന്തിക്കാൻ കഴിവില്ലാത്ത, സബ്മിസീവായ ഒരു കുട്ടിയായിരിക്കണം ലൈഫ് ലോങ് എന്നുള്ളതാണ് ഫെമിനിൻ ബ്യൂട്ടിയുടെ ഗിവൻ സ്റ്റാൻഡേർഡ്. ഇതാണ് പൊതുബോധത്തിലുള്ളത്. ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി ഇൻഡസ്ട്രി, അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ്, ഇതാണ് ശരിക്കും നടക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ, ഒബ്സെഷൻ ടു ചിൽഡ്രൻ എന്നോ, ഇറ്റ്സ് ഇൻ എ വിയർഡ് വേ ഇറ്റ് ഇസ് പിഡോഫിലിയ. ഈ സ്റ്റാൻഡേർഡിലേക്ക് എല്ലാവരും ഒതുങ്ങണം എന്നുള്ളതാണ് പൊതുബോധം. ആ പൊതുബോധത്തിൽ നിന്നിട്ടാണ് അയാൾ അത്ര തമാശയായിട്ട് പറയണത്. ആ പൊതുബോധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അവൾക്കെതിരെ പറഞ്ഞാല് എന്നിട്ട് അയാൾ അത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഹീറോയുടെ അടുത്തല്ലേ ചോദിച്ചത്, പിന്നെ നീ ഏതൊക്കെ ആൻസർ. അതായത് ഈ ഗൗരിയുടെ ബോഡീനെ പറ്റി വേറൊരാളോട് ചോദിച്ചിട്ട് ഇവര് തമ്മിൽ അത് തമാശയാക്കി ഡിസ്കഷൻ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നിടത്ത് എനിക്ക് സംസാരിക്കാൻ അധികാരം ഇല്ലെന്നൊക്കെയാണ് ഇവരുടെ ന്യായം. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം നടന്നതും ഒരു ചർച്ച ഉണ്ടായതും ഒരുപാട് പേര് ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണാൻ, ഓക്കെ, സ്റ്റിൽ ദിസ് ഇസ് ഹാപ്പനിങ്. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് റാഡിക്കൽ ആയിട്ട് ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതും അവിടെ നമ്മളൊന്ന് നോക്കേണ്ടത്, ഗസ്റ്റ് ആയിട്ട് പോയി അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, വേദിയിൽ ഇരിക്കുന്ന ഒരു നടിയോടാണ് ഇതൊന്ന് ആലോചിക്കുന്നത്. സാധാരണ ഒരു പെൺകുട്ടിയോടല്ല. വേദിയിൽ അവിടെ പോയി ഫിലിം പ്രൊമോഷൻ ഇരിക്കുന്ന ഒരു നടിയോട് ഇത് ഇയാൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി എന്നുള്ളത് ഒന്ന്. അയാളുടെ അരഗൻസോ, അതിനുശേഷം നിങ്ങൾ മിണ്ടരുത് എന്നുള്ള രീതിയിൽ പല്ല് കടിച്ചുകൊണ്ട് എൻ്റെ ചോദ്യം അങ്ങനെ ആയിരുന്നില്ല, നിങ്ങൾ അങ്ങനെയല്ല ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ അതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണെന്നുള്ള രീതിയിൽ അരഗന്റ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മളിവിടെ കണ്ടു. ഇതൊരു ടൈപ്പ് ഓഫ് വെർബൽ അബ്യൂസ് ആണ്. നമ്മളിപ്പോ ഒരു അസോൾട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു എക്സ്ട്രീമിലേക്ക് ചിന്തിക്കുന്നു. അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റേപ്പ് ഓർ ഇറ്റ് ഷുഡ് ബി ഭീകരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ജീവന് ഹാനി വരുന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചാലാണ് അസോൾട്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ദിസ് ഈസ് ഓൾസോ അസോൾട്ട്. ഇത് വേർബലി ഒരു വ്യക്തിയെ പൊതുവേദിയിൽ ഇരുത്തി അസോൾട്ട് ചെയ്യാണ് അയാൾ ചെയ്തത്. അതിനയാൾക്ക് ധൈര്യം ഉണ്ടായി ഇത്രയും സമയം ഇരുന്ന് പ്രസംഗിക്കാനായിട്ട് യാതൊരു ഗിൽറ്റും യാതൊരു പേടിയും ഇല്ലാതെ അയാൾക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ അപകടാവസ്ഥ. ഇത്രയും വലിയൊരു പബ്ലിക് വേദിയിൽ ഒരു മനുഷ്യന്റെ അരഗൻസിന് ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനി നമ്മൾ ചിന്തിക്കണം, ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞ് വരുന്നവർക്ക്, ഓരോരോ സ്ഥാപനങ്ങളിൽ ഒരു ഇടവഴി കയറി പോകുന്നവർക്ക്, ഒറ്റയ്ക്ക് ഒരു കോറിഡോറിലൂടെ നടക്കുന്നവർക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? ഇത്രയും പൊതുവേദിയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇത്രയും പോലും സേഫ്റ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് സത്യം.